നമസ്കാരം, ഞാൻ സാജൻ, ചക്കരയമ്മ സാജൻ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഒരു സന്തോഷഭരിതമായ ഒരു പുതിയ വത്സരം ആശംസിക്കുകയാണ്. ഞാൻ സന്തോഷത്തിലാണ്. ഞാനൊരു പുതിയ വർക്കിലാണ്. കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചതാണ്. അത് പൂർത്തീകരിക്കാൻ സ്ക്രിപ്റ്റ് പൂർത്തിയായി എന്ന് പറയാം. ഇനി കുറച്ച് വർക്കുണ്ട്. സന്തോഷത്തിലാണ്. ഈ കഴിഞ്ഞ വർഷത്തെ വർഷാവസാനം ക്രിസ്മസിന് കുറേ സിനിമകളൊക്കെ വന്നു. അതിന് 2 സിനിമകൾ കണ്ടു. ഒന്ന് മാർക്കോ, ഒന്ന് ബറോസ്. നമ്മുടെ ലാലേട്ടൻ്റെ, നിങ്ങളുടെ ലാലേട്ടൻ്റെ, നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലിൻ്റെ ചിത്രം കണ്ടു. ബാറോസ് എന്ന സിനിമ ഒരു സീസണൽ സിനിമ അല്ല. ബാറോസ് എന്ന സിനിമ ഒരു സീസണൽ സിനിമ അല്ല. നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടാൻ വരട്ടെ. സീസണൽ സിനിമ അല്ല എന്ന് പറയാനുള്ള കാരണം ഞാൻ പറയാം. ഈ കഴിഞ്ഞ 2024 ആണ്ട് 200 സിനിമകൾ റിലീസ് ചെയ്തു. അതിൽ 22 സിനിമകളെ നിർമ്മാതാവിന് ലാഭം കിട്ടിയിട്ടുള്ളൂ. എന്നാൽ പിന്നെ എന്തുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് മറ്റാൾക്കാർ വരുന്നു എന്നൊരു ചോദ്യം ഉണ്ടാവാം. ആ ചോദ്യം എന്നും എപ്പോഴും ഉള്ളതാണ്. സിനിമകളിൽ മാത്രമേ ഉള്ളൂ ലാഭനഷ്ടങ്ങൾ. ചിലർ പറയുമ്പോൾ ഗാംബ്ലിംഗ് ആണെന്ന്. കുതിരപ്പന്തയത്തിന് പൈസ കിട്ടൂലേ, അതുപോലെയൊക്കെ. ലോട്ടറി ടിക്കറ്റിന് പൈസ കിട്ടൂലേ. ലോട്ടറി ടിക്കറ്റ് എല്ലാം കോടികൾ കിട്ടുമെന്ന് ഉദ്ദേശിച്ചിട്ടാണോ? ഒരു ആഗ്രഹം, പിന്നെ അതിന് സമ്മാനം അടിക്കുക എന്തെങ്കിലും എന്നൊരു പ്രതീക്ഷ. പക്ഷെ സിനിമ അങ്ങനെയല്ല. സിനിമ ഒരു കലയാണ്. ആ കല ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ആ കലയിൽ ആസ്വദിക്കും, അതിൽ അഭിനമിക്കും. പണം മുടക്കുന്നത് നഷ്ടപ്പെടാനായിരിക്കില്ല. ലാഭം കിട്ടിയില്ലെങ്കിലും മുതൽ മുടക്കെങ്കിലും കിട്ടണം. ആ മുതൽ മുടക്കെങ്കിലും കിട്ടണമെന്നുള്ള പ്രത്യാശ കൊണ്ടാണ് ഈ കലയെ സ്നേഹിക്കുന്ന ഭൂരിഭാഗം വ്യക്തികളും സിനിമ നിർമ്മിക്കാൻ വരുന്നത്. പണ്ടൊക്കെ ഇതിൻ്റെ ആക്ഷേപമുണ്ടായിരുന്നു. മദ്യപിക്കാനും ലഹരിക്കും ഒക്കെയാണ് സിനിമയിൽ വരുന്നത്, സ്ത്രീകളുമായിട്ട് അഭിനമിക്കാം എന്നുള്ളതൊക്കെ. അതൊക്കെ പണ്ടത്തെ കാഴ്ചപ്പാടാണ്, വെറുതെയാണ് അതൊക്കെ. ഇപ്പം മാറിപ്പോയില്ലേ. ഇപ്പം കുടുംബങ്ങളിൽ എത്രമാത്രം അഭ്യസ്തവിദ്യരായ യുവാക്കളും യുവതികളാണ് സിനിമയിലേക്കും സീരിയലിലേക്കും ഒക്കെ കടന്നു വരുന്നത്. എന്തിന്? നമ്മുടെ പണ്ട് സ്കൂളിൽ യുവജനോത്സവത്തിലെ ഇപ്പോഴും നടക്കുന്നു. ഒരു കലാപ്രതിഭയോ ഒരു കലാതിലകത്തിനോ നമുക്ക് സമ്മാനിക്കണമെങ്കിൽ അവരെന്തെല്ലാം ഐറ്റങ്ങളിൽ പങ്കെടുക്കണം. എത്ര ഐറ്റങ്ങളിൽ പങ്കെടുത്ത് മാർക്ക് സ്കോർ ചെയ്താലാണ് ഒരു കലാപ്രതിഭയും ഒരു കലാതിലകവും നമുക്ക് കിട്ടുന്നത്. അങ്ങനെ എത്ര കലാതിലകങ്ങളും കലാപ്രതിഭകളും നമുക്ക് സിനിമയിലുണ്ടെന്നറിയോ? നമ്മുടെ മഞ്ജു വാര്യരൊക്കെ അതല്ലേ, നവ്യ നായർ ഒക്കെ നമ്മുടെ സിനിമയ്ക്ക് കിട്ടിയ മുതൽക്കൂട്ടുകളല്ലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കുന്നത് പോലെ എന്ന് പറയുന്നില്ല എങ്കിലും ഇപ്പോഴൊരു കലാപ്രതിഭയും കലാതിലകവും ആകാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാതാപിതാക്കൾ, രക്ഷിതാക്കൾ എന്തുമാത്രം ലക്ഷങ്ങളാണ് മുടക്കുന്നറിയോ? അതിൻ്റെ പ്രാക്ടീസിന് വേണ്ടി ചിലവാക്കുന്നതോ, പിന്നെ യാത്രയ്ക്ക് വേണ്ടി ചിലവാക്കുന്നതോ, പിന്നെ വസ്ത്രങ്ങൾക്ക് വേണ്ടിയോ ആടയാഭരണങ്ങൾക്ക് വേണ്ടിയോ എന്തുമാത്രം തുക, ലക്ഷങ്ങൾ മുടക്കിയാലാണ് ഇപ്പോൾ ഒരു കലാതിലകം. കലാപ്രതിഭയ്ക്ക് എത്രയൊന്നും വേണ്ടി വരില്ല. കലാതിലകത്തിന് വാർത്തെടുക്കണമെങ്കിൽ അത്രയൊക്കെ വേണം. എന്തിനാണ്? ആ കലയോടുള്ള ആഭിമുഖ്യം, ആ പാഷൻ എന്ന് തന്നെ പറയാം. അപ്പോൾ അതുപോലെ സിനിമ എടുക്കാൻ വരുന്നത് തീർച്ചയായിട്ടും നഷ്ടം വരരുത് എന്നൊരു മോഹം ഉണ്ടാവും. എന്നാൽ വലിയ ലാഭം കിട്ടിയാൽ കൊള്ളാം. അപ്പോൾ സിനിമ 2 തരത്തിലുള്ള സിനിമയുണ്ട്. കലാമേന്മയുള്ള സിനിമകൾ, പിന്നെ കച്ചവട സിനിമകൾ. ഇങ്ങനെയൊക്കെ പല ഗണങ്ങളിലുണ്ട്. ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് സിനിമ എടുക്കാൻ വരുന്ന നല്ല വ്യവസായ പ്രമുഖരുണ്ട്. അവർ കലയോടല്ല കൂടുതലും ആഭിമുഖ്യം കാണിക്കുന്നത്, ഗ്ലാമറാണ്. ഒരു സിനിമ നിർമ്മാതാവുക എന്ന ലക്ഷ്യത്തോടെ വരുന്നത്. അത് കലയോട് ആഭിമുഖ്യമല്ല, ബിസിനസ്സാണ്. അങ്ങനെയുള്ള ഒട്ടുമിക്ക നിർമ്മാതാക്കളും മലയാള സിനിമയിലുണ്ട്. പണം മുടക്കി ലാഭം കൊയ്തു വാരിയിട്ടുണ്ട്. ചിലരുടെ കണക്കുകൂട്ടൽ തെറ്റിപ്പോവും. അവർ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ, അതായത് സംവിധായകർ ഉൾപ്പെടെ വ്യക്തികൾ ചിലപ്പം ഈ രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ചവരായിരിക്കില്ല. അത് അവരുടെ ചിലപ്പം കണക്കുകൂട്ടൽ തെറ്റുന്നുണ്ടാവാം. എന്നാൽ നല്ല സിനിമയെ മാത്രം കണ്ടുകൊണ്ട് സിനിമ എടുക്കാൻ വരുന്ന നിർമ്മാതാക്കൾ ഉണ്ട്, ഇപ്പോഴും അനവധിയുണ്ട്. എന്തിന് നമ്മുടെ വിശ്വോത്തര ലോകോത്തര സിനിമ എന്ന് നമ്മൾ ഇപ്പോഴും വിശേഷിപ്പിക്കുന്ന ചെമ്മീൻ, അതിന് നിർമ്മാതാവ് പണം ഉണ്ടാക്കാനെടുത്ത സിനിമ അല്ല. അദ്ദേഹം ഒരു കലാ ആസ്വാദകനായിരുന്നു. രാമു കാര്യാട്ടനെ കൊണ്ട് ഒരു വലിയ സിനിമ, ഇന്നും എന്നും എപ്പോഴും ഓർമ്മിക്കത്തക്ക ഒരു സിനിമ ചെമ്മീൻ
നമുക്ക് കിട്ടിയത് തീർച്ചയായിട്ടും അത്ര ഒരു സിനിമയിലൂടെയാണ്. അദ്ദേഹം ലാഭത്തിന് നോക്കിയെടുത്തതല്ല, പക്ഷേ ലാഭം കിട്ടി. തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകൾ പരാജയപ്പെട്ടു പോയി. അത് വേറെ ചില ഘടകങ്ങളുകൊണ്ടാണ്, അത് ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ കലയും ലാഭവും നോക്കിയെടുക്കുന്ന സിനിമകൾ എന്നും ഇവിടെ കൊട്ടിഘോഷിക്കപ്പെടും, നന്നായിരിക്കും. ഇപ്പോൾ ഏതാണ്ട് 4 വർഷങ്ങളുടെ കഠിന അധ്വാനം കൊണ്ടാണ് നമ്മുടെ നല്ല നടൻ മോഹൻലാൽ സിനിമ എടുത്തത്. അദ്ദേഹത്തിൻ്റെ സിനിമ സംവിധാന ആദ്യ സിനിമ എന്ന് തന്നെ പറയാം. അപ്പോൾ അദ്ദേഹം പണം ഉണ്ടാക്കാനാണോ സിനിമ എടുത്തത്? അല്ല, ഒരിക്കലുമല്ല. അദ്ദേഹത്തിന് 40 വർഷങ്ങളിലുള്ള സിനിമ അഭിനയം കൊണ്ട് അദ്ദേഹത്തിന് ഏതെല്ലാം രീതിയിൽ സിനിമ നിർമ്മിക്കാം. തികച്ചും കച്ചവട സിനിമ അദ്ദേഹത്തെ നിർമ്മിക്കാൻ അറിയാൻ വയ്യായിട്ടാണോ? അദ്ദേഹത്തിൻ്റെ നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ സിനിമയെക്കുറിച്ച് പഠിപ്പിക്കണോ? എല്ലാം നല്ല നല്ല സിനിമകൾ എടുക്കുന്ന ആളല്ലേ. കമേഴ്സ്യൽ വിദ്യകളുടെ എല്ലാ പടങ്ങളും ഒരു പടം പോലും മാറ്റി നിർത്താൻ പറ്റില്ല. പിന്നെ ആശീർവാദ് സിനിമാസ് നിർമ്മിച്ച മോഹൻലാൽ സംവിധാനം ചെയ്ത ഈ ചിത്രം ബാറോസ് മോശമാവാൻ വഴിയുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കലാകാരൻ ഏത് രീതിയിൽ വരണം എന്ന് അദ്ദേഹത്തിന് മുൻവിധി ഉണ്ടായിരുന്നു. കച്ചവട സിനിമകൾ മാത്രം എടുത്താൽ പോരല്ലോ. ഇന്ന് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ചെമ്മീൻ സിനിമ ഇന്നും ഘോഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അത് കച്ചവടം മാത്രമുള്ളതുകൊണ്ടല്ല. അപ്പോൾ മോഹൻലാലിനുള്ള കലാകാരൻ എങ്ങനത്തെ സിനിമ എടുത്തുകൊണ്ട് സിനിമ സംവിധായകനാകണം എന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായതാണ് കുടുംബ സദസ്സുകളെയും കുട്ടികളെയും മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സിനിമ നിർമ്മിക്കുക. പക്ഷേ നിർമ്മിക്കുകയല്ല, സംവിധാനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് അദ്ദേഹം ഒരുപാട് ഹോംവർക്കുകൾ ചെയ്തിട്ടുണ്ട്, നമുക്കറിയാതെ. സാധാരണ സിനിമ എടുത്താൽ ഇത് മോഹൻലാലിൻ്റെ സിനിമ, അടിപൊളി സിനിമ, കാശുണ്ടാക്കിയ സിനിമ, കാശ് വാരി സിനിമ എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതായിരുന്നില്ല ബറോസ് സിനിമ എന്നുള്ളത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അതാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത്. ബറോസ് തികച്ചും ഒരു കുട്ടികളെ പുള്ളി മനസ്സിൽ കണ്ടുകൊണ്ട് വ്യത്യസ്തമായ സിനിമ തന്നെയാണ്. കുട്ടികളെ മാത്രം സിനിമയിലേക്ക് അയക്കില്ലല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലിയും വരും. എന്നാൽ ആ സിനിമ എത്തരത്തിലായിരിക്കണം എന്ന് അദ്ദേഹത്തിന് ഏകദേശം രൂപമുള്ളതുകൊണ്ടായിരിക്കാം ഒരു 3D സിനിമ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവുക. അപ്പോൾ 40 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കുട്ടിച്ചാത്തൻ എന്നൊരു സിനിമ കണ്ടു. നവോദയയുടെ കുട്ടിച്ചാത്തൻ, ജിജോ ആയിരുന്നു അതിൻ്റെ സംവിധായകൻ. അപ്പോൾ അദ്ദേഹം നല്ലൊരു സിനിമ എങ്ങനെ വേണമെന്നുള്ള തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ നവോദയയിലൂടെ തന്നെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ അദ്ദേഹത്തിന് സമ്മാനിച്ച ആ ഗുരുത്വം, ആ ഭൂതകാല ഓർമ്മകൾ, അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം ജിജോയെ സമീപിച്ചതും ജിജോ അദ്ദേഹത്തിന് നല്ലൊരു സ്വാഗതമാണ് കൊടുത്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആശീർവാദ് മോഹൻലാൽ ഏതൊരു സിനിമ എടുത്താലും അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന നല്ലൊരു പ്രൊഡ്യൂസർ ആൻ്റണി പെരുമ്പാവൂർ. പിന്നെ ടെക്നിക്കലി ഇതിൽ വിദഗ്ധനാണ് TK രാജീവ് കുമാർ എന്ന ഡയറക്ടർ. അദ്ദേഹം ഒരു ടെക്നിക്കലി പ്രൂവ്ഡ് ഡയറക്ടറാണ്, വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്ന ഒരു സംവിധായകനാണ്. പിന്നെ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള പലരും വിദേശികളാണ്, എല്ലാം ഇരുത്തം വന്ന നല്ല ടെക്നീഷ്യൻസാണ്. സന്തോഷ് ശിവനാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ പോരെ. അത് മാത്രമല്ല കംപ്ലീറ്റ് 3Dയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. 3Dയിൽ സാധാരണ ഇത്രയും മികവുറ്റ ഒരു സിനിമ ഉണ്ടാക്കണമെങ്കിൽ അദ്ദേഹത്തെ പോലെ 3D എടുക്കാൻ വേറെ ഒരാളിനെ പോയി സമീപിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഈ പടം കാണുമ്പോൾ അറിയാം എന്ത് മനോഹരമായിരിക്കും എന്നറിയോ. 3D ഇതിൻ്റെ VFXും അനിമേഷനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പിന്നെ ഇതിൽ ചില ആൾക്കാർ റിവ്യൂ ഒക്കെ എഴുതാറുണ്ട് എന്ന് ഞാൻ കേട്ടറിഞ്ഞാണ്. ഞാൻ ചിലർ കണ്ടിട്ടുണ്ട്. പലരുടെയും പല അഭിപ്രായങ്ങളായിരിക്കും. ചിലർ നല്ലത് എഴുതും, ചിലർക്ക് അവരുടെ അഭിരുചി അനുസരിച്ചായിരിക്കും എഴുതുക. ചിലർ ബിസിനസ് മാത്രം ആസ്പെക്ട്സ് കണ്ടുകൊണ്ട് റിവ്യൂ എഴുതുന്ന ആൾക്കാരുണ്ടാകാം. പക്ഷേ ഈ സിനിമ അങ്ങനെയല്ല കാണേണ്ടത്. ഇപ്പോൾ നമുക്ക് സമാന്തര സിനിമകൾ എടുക്കുന്ന പല സംവിധായകരെ നമുക്കറിയാം. നമുക്ക് ഇപ്പോൾ തമിഴ് തന്നെ, ഞാൻ മലയാളത്തിൽ വരുന്നില്ല, മലയാളം എല്ലാവർക്കും അറിയാമല്ലോ. തമിഴ് നാട്ടിൽ ഞാൻ വർഷങ്ങളോളം ജീവിച്ചിരുന്ന ഒരാളാണ്. അന്ന് സിനിമയിൽ ജോലി ചെയ്യുന്ന സംവിധായകർ, സഹായികളൊക്കെ അവിടെ തന്നെ താമസിക്കണം, ടെക്നീഷ്യൻസ് എല്ലാം അവിടെ വേണം. അന്ന് MGR, ശിവാജി ഗണേശൻ, ജയശങ്കർ, മുത്തുരാമൻ, രവിചന്ദർ, ഇങ്ങനെ പ്രഗത്ഭരായ നല്ല അഭിനേതാക്കളുള്ള സിനിമകൾ സംവിധാനം ചെയ്യുന്ന പ്രഗത്ഭരായ സംവിധായകരുള്ള കാലം. നല്ല നല്ല AVM പോലെ, വാഹിനി പോലെ ഉള്ള സിനിമ നിർമ്മാതാക്കൾ അങ്ങനെയുള്ള സിനിമകൾ എടുത്തുകൊണ്ടിരിക്കുന്ന, അതായത് ബിസിനസ് ക്ലാസ്സിൽ മണം വാരി പടങ്ങൾ എടുക്കുന്ന കാലഘട്ടത്തിൽ പോലും K. ബാലചന്ദർ എന്നൊരു സംവിധായകൻ വ്യത്യസ്തമായ സിനിമകളാണ് എടുത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ പല സിനിമകളും സമാന്തര സിനിമകളായിരുന്നു. അദ്ദേഹം ലാഭം നോക്കിയല്ല എടുത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ കല, സിനിമയിലുള്ള ആസ്വാദനം, അതിനകത്ത് റിയലിസ്റ്റ് ചിന്താഗതി, പണം നോക്കിയിട്ടല്ല അദ്ദേഹം എടുത്തിരുന്നത്. പല പടങ്ങളും വലിയ വിജയങ്ങളായിരുന്നില്ല, എന്നാൽ വിജയങ്ങളായിരുന്നു താനും. അദ്ദേഹം നാടകത്തിൽ നിന്ന് വന്നൊരു സംവിധായകനാണ്.
നല്ല റിയലിസ്റ്റിക് പടങ്ങൾ എടുക്കണം എന്നുള്ള താല്പര്യത്തോട് വന്ന പടമാണ് അദ്ദേഹം. നമ്മുടെ രജനീകാന്തിനെയൊക്കെ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, കമലഹാസൻ, പിന്നെ നല്ല നടിമാർ ഒക്കെ. പിൽക്കാലത്ത് നമുക്ക് തമിഴ് സിനിമയിൽ ഒട്ടനവധി കലാകാരന്മാരെയും സാങ്കേതിക വിദഗ്ധരെയും സംഭാവന ചെയ്തത് ഈ കെ ബാലേന്ദ്ര സാറാണ്. പക്ഷേ ഈ കെ ബാലേന്ദ്ര സാർ നിർമ്മിക്കുന്ന കവിതാലയ പിക്ചേഴ്സ്, അതാണ് അദ്ദേഹത്തിൻ്റെ ബാനർ, മിക്കതും സാമ്പത്തികമായിട്ട് വിജയമാവാത്തതുകൊണ്ട് അദ്ദേഹത്തിന് പരാജയം ഏർപ്പെടരുതല്ലോ എന്ന് കരുതി അദ്ദേഹം ബുദ്ധിപൂർവ്വം എന്ത് ചെയ്യുന്നറിയോ, അദ്ദേഹത്തിന് മനസ്സിന് സന്തോഷം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം സ്വന്തം സിനിമ സംവിധാനം ചെയ്യുന്നത്. എന്നാൽ അതേ സമയത്ത് അദ്ദേഹം വേറൊരു ബാനറിൽ ഇന്ന് സിനിമ നിർമ്മിക്കാൻ തുടങ്ങി. അപ്പോൾ തമിഴിൽ പ്രശസ്തരായ സംവിധായകരെയും ഏറ്റവും പ്രിയപ്പെട്ട പ്രഗത്ഭരായ ബിസിനസ് വാല്യുള്ള നടീനന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുള്ളി കമേഴ്സ്യൽ സിനിമകൾ എടുത്തു. വമ്പിച്ച വിജയങ്ങളായിരുന്നു. ഇപ്പോൾ തന്നെ നല്ല മിടുക്കികളും മിടുക്കന്മാരും ഐഡിയ സ്റ്റാർ സിംഗറിലൂടെയും മറ്റ് പരിപാടികളിലൂടെ സ്റ്റേജിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് പാട്ടുകൾ പാടി സമ്മാനം വാങ്ങിക്കുന്നില്ലേ. പണ്ട് ഞങ്ങളുടെ സിനിമയിലെ കൊച്ചുകുട്ടികളുടെ പാടണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ജാനകിയമ്മ ഒരു തികച്ചും മിമിക്രി പോലെയാണ് പാട്ടുകൾ, ആൺകുട്ടികളെ വോയിസിൽ പാടും. പിന്നെ തീരെ കൊച്ചുകുട്ടികളുടെ രീതിയിൽ പാട്ട് പാടും. അങ്ങനെയുള്ള കൊച്ചുകുട്ടികളുടെ വോയിസൊക്കെ നമ്മൾ ജാനകിയമ്മയെ കൊണ്ടാണ് പഠിക്കുന്നത്. പിന്നെ ലത ഒരുവിധ അവരും കൊച്ചുകുട്ടികളെ പോലെയൊക്കെ പാടുന്ന ഗായികയാണ്. അതുപോലുള്ള ആൾക്കാരെയാണ് നമ്മൾ മുമ്പ് വിളിച്ചത്. ഇപ്പം അങ്ങനല്ല. ഇപ്പം ഈ കൊച്ചുകുട്ടികളൊക്കെ പാട്ട് പാടി അവരെ പ്രാഗൽഭ്യം തെളിയിക്കുമ്പോൾ നമ്മൾ ആലോചിക്കും, ഇത്ര കൊച്ചുകുട്ടികൾ ഇത്രയും മിടുക്കികളും മിടുക്കന്മാരും ഉണ്ടോ എന്ന്. പക്ഷേ അതിനെ കണ്ടെത്തുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പുതിയ വേദികളിലൂടെയാണ്. അത് നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ഒന്നും ഞാൻ പറയാൻ വന്നത്, ഈ കുട്ടികൾ പാടി സമ്മാനം നേടുന്നത് എത്തരം ഗാനങ്ങളാണെന്നറിയോ? ഇപ്പോഴത്തെ ഈ അടുത്ത കാലത്ത് തട്ടുവെളുപ്പം പടങ്ങളിലുള്ള പാട്ടുകളാണോ? അല്ല. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ട സിനിമകളിൽ ദക്ഷിണാമൂർത്തി സ്വാമി, ദേവരായ മാസ്റ്റർ, ബാബുരായ സാറ്, അർജുനൻ മാസ്റ്റർ, ഇങ്ങനെ കെ രാഘവൻ മാസ്റ്റർ, ഇങ്ങനെയുള്ള പ്രഗത്ഭരായ സംഗീത സംവിധായകരുടെ പാട്ടുകൾ, ചിട്ടപ്പെടുത്തിയ പാട്ടുകൾ, ആ പാട്ടുകൾ ക്ലാസിക്കലോ സെമി ക്ലാസിക്കലോ ആയ പാട്ടുകൾ, ആ പാട്ടുകൾ പാടിയാണ് ഈ കൊച്ചു കുരുന്നുകൾ സമ്മാനം നേടുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, സിനിമകൾ ഇന്ന് നിലനിൽക്കണമെങ്കിൽ തട്ടുപൊളിപ്പൻ സിനിമകൾ അപ്പോഴപ്പോഴും കണ്ട് ആസ്വദിച്ച് പോകുന്നത് പോലെ അല്ല. ഇരുത്തം എന്ന സിനിമകൾ, ഇന്നും ചെമ്മീൻ പോലത്തെ സിനിമകൾ, ഇരുട്ടിൻ്റെ ആത്മാവ് പോലത്തെ സിനിമകൾ, അസുരവിത്ത് പോലത്തെ സിനിമകൾ, ഇങ്ങനെയുള്ള സിനിമകൾ നമ്മൾ കണ്ട് വീണ്ടും തൃപ്തിപ്പെടണമെങ്കിൽ ഇത്തരം സിനിമകൾ ഉണ്ടാവണം. അതിന് നമുക്കൊരു അടൂർ ഗോപാലകൃഷ്ണൻ, ഒരു ടി വി ചന്ദ്രൻ, ഇങ്ങനെയുള്ള സംവിധായകർ നമുക്കുണ്ട്. മുൻപുള്ള സംവിധായകർ പലരും ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് എണ്ണി പറയുന്നില്ല, കാരണം ഞാൻ ചിലത് വിട്ടുപോകും, അതുകൊണ്ട് എല്ലാം പറയുന്നില്ല, ദൈർഘ്യം കൂട്ടുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസിക്കായാലും വേൾഡ് ക്ലാസിക്കായാലും സിനിമകൾ നിലനിൽക്കണമെങ്കിൽ മോഹൻലാലിനെ പോലെ പണത്തിനോട് അത്യാഗ്രഹം കാണിക്കാതെ അദ്ദേഹത്തിൻ്റെ സർഗശേഷി, അദ്ദേഹത്തിൻ്റെ കലാ നൈപുണ്യം ഇത്തരം സിനിമകളിലൂടെ പുറത്തു കൊണ്ടുവന്നാൽ ഇന്ന് കാണുന്ന നമുക്കും നാളത്തെ തലമുറയ്ക്കും ഇത് ഒരു മുതൽക്കൂട്ടാണ്. ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഏത് ഭാഷയിലേക്കും പോകാം. ഇംഗ്ലീഷ് ആകട്ടെ, സ്പാനിഷ് ആവട്ടെ, റഷ്യൻ ആവട്ടെ, എന്ത് ഭാഷയിൽ വേണമെങ്കിലും ഈ സിനിമ മൊഴിമാറ്റം ചെയ്യാം. ഇത് ഏത് രീതിയിൽ ചെയ്താലും ഇത് ഭാഷയില്ല ഈ സിനിമയ്ക്ക്. അതിൻ്റെ പ്രത്യേകതയുണ്ട്. ഇതൊരു മിത്താണ്, ഒരു സാങ്കല്പിക കഥയാണ്. ഇത് പഴയ മുത്തശ്ശി കഥ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ലേ? അതുപോലെ തീർച്ചയായിട്ടും ഇത് കുട്ടികൾക്ക് വളരെ, എൻ്റെ കൂടെ അടുത്തിരുന്ന കുട്ടികൾക്ക് എന്ത് രസമായിട്ട് ആസ്വദിക്കുന്നത്. മുൻപ് നമ്മൾ മൈഡിയർ കുട്ടിച്ചാത്തൻ ഭയങ്കരമായി ആസ്വദിച്ചു. ആ ആസ്വാദന രീതിയല്ല ഇപ്പോൾ. ഇതിൽ ഭയങ്കര മാരകമായ സീനുകളോ ഭയങ്കര ബഹളങ്ങളോ ഒന്നുമില്ല. ഇതിൽ അത്യാവശ്യം ഫൈറ്റുകളുണ്ട്. ഇതിൽ കോസ്റ്റ്യൂംസൊക്കെ വളരെ മനോഹരമായിട്ടാണ് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ആർട്ട് ഡയറക്ടറെ നമ്മൾ പ്രശംസിക്കണം. സന്തോഷ് ശിവൻ്റെ സിനിമാറ്റോഗ്രാഫിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഒരു വിദേശീയനാണ്. പിന്നെ ഒരുപാട് വിദേശി ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ ഇതിൽ ഭാഷ ഒരു ഘട്ടത്തിൽ ഭാഷ വേറെ രീതിയിലാണ്. അതിൻ്റെ പ്രത്യേകത, അതിൻ്റേതായ രീതി ഉൾക്കൊള്ളാൻ തന്നെയാണ്. അത് വേണമെങ്കിൽ മലയാളത്തിൽ പറയാമായിരുന്നു, പക്ഷേ മലയാളത്തിൽ പറഞ്ഞാൽ അത് അത്ര ശരിയാവില്ല. പക്ഷേ എനിക്ക് ഒന്ന് വിഷമം തോന്നിയത്, നമ്മുടെ ആർട്ടിസ്റ്റാണ് ശ്വേതാ മേനോൻ, അവരുടെ ശബ്ദം ഒരു ആർട്ടിസ്റ്റിനെ ഡബ് ചെയ്തത് എനിക്കതെന്തോ ഒരു കല്ലുകടി പോലെ അനുഭവപ്പെട്ടത്. നിങ്ങൾക്ക് എന്താണെന്നറിയില്ല. അതുപോലെ ഇതിനകത്ത് എനിക്ക് വളരെ വിഷമം തോന്നിയാണ്. അതിൽ ഇദ്ദേഹത്തെ ടൂഡു എന്നൊരു കഥാപാത്രത്തോടുണ്ട്. അതിൻ്റെ ശബ്ദം കൊടുത്തിരിക്കുന്നതും കുറച്ച് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല.
വേറെ രീതിയിലാകായിരുന്നു. എങ്കിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും ആ രീതിയിൽ ശബ്ദം കൊടുത്തത്. ഇത് രണ്ട് മാത്രമേ എനിക്കൊരു വിഷമമായിട്ട് തോന്നിയുള്ളൂ. ശ്വേതാ മേനോൻ നല്ല ആർട്ടിസ്റ്റാണ്. അവർ മലയാളം ഒരു പ്രത്യേക സ്ലാങ്ങാണ്, അവർ ശബ്ദം ഒരു പ്രത്യേക ടൈപ്പാണ്. അത്രയും പരിചിതമായ ഒരു ശബ്ദം അല്ലാതെ ഒരു ശബ്ദം മോഹൻലാലിനെ പരീക്ഷിക്കായിരുന്നു എന്നെനിക്ക് തോന്നി. പിന്നെ എടുത്ത് ഞാൻ പറയേണ്ടത്, മോഹൻലാൽ 2 പാട്ടുകൾ പാടിയിട്ടുണ്ട്. അത് നന്നായിരിക്കുന്നു. അത് ഒരു പക്ഷേ ഇന്നത്തെ പ്രശസ്തരായ ഗായകരെ കൊണ്ട് പാടിച്ചിരുന്നെങ്കിൽ ഇത്ര നന്നാവുമായിരുന്നില്ല. കാരണം അതിൽ ബാറോസ് എന്ന് പറഞ്ഞ കഥാപാത്രം മോഹൻലാലാണ്. ആ ശബ്ദത്തിൽ വേറൊരാളൊന്ന് പാടുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അരോചമായി പോയേനെ. അത് മോഹൻലാൽ ബുദ്ധിപൂർവ്വം മോഹൻലാൽ തന്നെ പാടി. അത് ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് പ്രശംസിക്കാതിരിക്കാൻ വയ്യ. ഇതിന് മൊത്തത്തിൽ വർക്ക്. ബാറോസ് എന്ന പടം, ഇത് എനിക്ക് തോന്നുന്നത് ഈ ക്രിസ്മസിന് വന്ന് ന്യൂ ഇയറിന് വന്ന് നിന്ന് പോകുന്നൊരു പടമല്ല. ഇതിങ്ങനെ സ്ലോ ആൻഡ് സ്റ്റഡി പോലെ അങ്ങനെ പൊക്കോണ്ടിരിക്കും ഈ പടം. പണ്ട് മഞ്ഞിൽ വിരിച്ച പൂക്കൾ അങ്ങനെയായിരുന്നു. ആദ്യ ദിവസമൊന്നും ആളില്ലായിരുന്നു. പിന്നെ അതിൻ്റെ പരസ്യം കൊണ്ട് എല്ലാം പുതുമുഖങ്ങളുമായിരുന്നു. ഒന്ന് ഓർക്കണം, ആ പടം എത്രത്തോളം വിജയിച്ചു എന്നറിയോ? അതുപോലെ ഇന്ന് ഏതെങ്കിലും കാരണവശാൽ ആരെങ്കിലും ഈ പടം കാണാൻ മിസ് ചെയ്തു പോയാൽ അത് തീരാ നഷ്ടമായി തീരുമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത് ചിലപ്പോൾ പിന്നീട് നിങ്ങൾക്ക് ഇതൊരു ടി വിയിൽ കാണേണ്ട പടമല്ല, ഇത് തിയേറ്ററിൽ തന്നെ കാണണം. ആ 3D എഫക്റ്റോടു കൂടി തന്നെ കാണണം, ആസ്വദിക്കണം. റീ റെക്കോർഡിംഗ് ഒന്നും ഭയങ്കര ബഹളങ്ങളൊന്നുമില്ല. മനോഹരമായ രീതിയിൽ രസമായിട്ട് കൊണ്ടുവരും ചിത്രം. ഈ ചിത്രം തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നു. ഈ പടം നിങ്ങൾ കണ്ടില്ല എങ്കിൽ ടി വിയിൽ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ഈ അനുഭവം നിങ്ങൾക്കുണ്ടാവില്ല. ഇനി എനിക്ക് ഈ വർഷത്തെ ഈ പടത്തിനോടുകൂടി എൻ്റെ പ്രേക്ഷകർക്കും എൻ്റെ ഫോളോവേഴ്സിനും 1000 നന്ദികൾ അർപ്പിക്കുന്നു. കാരണം എനിക്ക് നിങ്ങൾ എൻ്റെ യൂട്യൂബിൽ നല്ല പ്രചോദനം തരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുന്നുണ്ട്. അത് എനിക്കൊരു സന്തോഷമാണ്. ഇനി തുടർന്ന് നിങ്ങളുടെ സഹകരണം ആവശ്യമാണ്. ബാറോസിൽ പ്രവർത്തിച്ച ആശീർവാദ് സിനിമ ആൻ്റണി പെരുമ്പാവൂരിനും നിർമ്മാതാവ് അദ്ദേഹത്തിനും നല്ലൊരു ചിത്രം നമുക്ക് സമ്മാനിച്ച ഒരു അനുഗ്രഹീത നടൻ മോഹൻലാലിനും എനിക്ക് വീണ്ടും ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മോഹനരാഗ